എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് നമ്മുടെ ലൂഫി അവനാണെങ്കില് ആ വില്ലന്മാരെ അടിച്ചു തകർത്ത് അങ്ങനെ ടയർഡായി വീണ് കിടക്കുകയാണ്. ഒസോപ്പ് ആണെങ്കില് ലൂഫി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കും. ഉടനെ ലോലോ പറയും അവനിപ്പോ വിളിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി 100 പേരുടെ ഷാഡോസ് വെച്ചാണ് അവൻ ഇത്രയും നേരം ഫൈറ്റ് ചെയ്തത്. അത് അവന്റെ ബോഡിക്ക് താങ്ങുന്നതിലും അപ്പുറമാണ്. സോ അല്പസമയം അവന് റെസ്റ്റ് കൊടുത്തേ പറ്റൂ. പക്ഷെ നമ്മുടെ മുൻപിൽ ഇനി ഒട്ടും സമയമില്ല. ഈസ്റ്റ് സൈഡിൽ ഓൾമോസ്റ്റ് സൂര്യവെളിച്ചം വന്നു തുടങ്ങി. ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ മുഴുവൻ സൂര്യവെളിച്ചം വരും. അതിനുള്ളിൽ എത്രയും പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഷാഡോ അത് തിരിച്ചെടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ ആ സൂര്യവെളിച്ചത്തില് നമ്മൾ കത്തിക്കരിഞ്ഞു പോവും. ഉസോപ്പിനാണെങ്കിൽ അവന്റെ ടെൻഷൻ കൂടിക്കൂടി വരും. ഉസോപ്പ് പറയും, നീ എന്തായി പറയണേ? ഇത്രയും സോംബീസുകളെ ഒറ്റയടിക്ക് പ്യൂരിഫൈ ചെയ്യാനോ? അത് ഇമ്പോസിബിൾ ആണ്. മാത്രമല്ല നമ്മുടെ ഷാഡോ അത് ആരുടെ ബോഡിയിലാന്ന് കണ്ടുപിടിക്കാനും നമുക്ക് ടൈം വേണം. അപ്പോഴായിരിക്കും ലോല പറയാ, അതിന് ഒരേ ഒരു വഴി മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ, ആ ഗക്കോ മുറിയ. അവനാണ് എല്ലാവരുടെയും ഷാഡോസ് എടുത്ത് അത് ഓരോ സോംബികളിലേക്ക് കൊടുത്തത്. സോ അവൻ സ്വമനസാലെ സോംബികളുടെ ബോഡിയിലുള്ള ഷാഡോസ് എല്ലാം അവരവരുടെ റിയൽ ബോഡിയിലേക്ക് പോകട്ടെ എന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അവരുടെ ഷാഡോസ് തിരികെ കിട്ടും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. വലിയൊരു പാറക്കഷ്ണം അവർക്ക് നേരെ തെറിച്ചു വന്ന് വീഴുകയാണ്. അവരെല്ലാവരും ഷോക്കായി ആ പാറക്കഷ്ണം വന്ന സ്ഥലത്തേക്ക് നോക്കി നിൽക്കും. അപ്പൊ അവര് കാണും ആ 900 അതാണെങ്കിൽ ഇപ്പൊ വീണ്ടും എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല, എനിക്ക് പെയിനേ ഇല്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. അവനെ കാണുമ്പോൾ തന്നെ ലോലയ്ക്കൻ ടീമിന് മനസ്സിലാവും ഇനി അവർക്ക് രക്ഷപ്പെടാനാവില്ല എന്ന്. കാരണം സ്ട്രോ ഹാർട്ട് ടീമിലെ ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോ തകർന്ന് തരിപ്പണായി കിടക്കാണ്. മാത്രമല്ല ഇവർക്കാർക്കും തന്നെ അവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല. ഉടനെ സോറോ അവനിപ്പോ അവന്റെ സ്ക്വാഡുകളൊക്കെ ഏന്തി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ലോലയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. ഇത്ര അടി കിട്ടിയിട്ടും പ്രത്യേകിച്ച് പവറുകളൊന്നുമില്ലാത്ത സോറോ അവനെങ്ങനെ വീണ്ടും സർവൈവ് ചെയ്യാൻ കഴിഞ്ഞു? അത് മാത്രമല്ല അവര് കണക്ട് ചെയ്ത് വെച്ചിരുന്ന സ്ട്രോ ഹാർട്ട് ടീമിന്റെ ബോഡി അതൊന്നും ഇപ്പൊ അവിടെ കാണാനുണ്ടാവില്ല. അപ്പൊ അവര് കാണും ദൂരത്തായി ലൂഫി. അവൻ പതിയെ എഴുന്നേറ്റ് വരികയാണ്. ലൂഫി മാത്രമല്ല റോബിൻ, ചോപ്പർ എന്നിങ്ങനെ എല്ലാവരും ഇപ്പൊ എഴുന്നേറ്റ് വരാൻ തുടങ്ങും. ലൂഫി ചോദിക്കും, റോബിൻ അറ്റാക്ക് ചെയ്യാൻ നീ തയ്യാറല്ലേ? അതിനവള് പറയും, ഞാൻ തയ്യാറാണ്. ഉടനെ ബ്രൂക്ക് ഇപ്പൊ അവിടേക്ക് വരും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞാനും ഉണ്ടെന്ന് പറയും. അവന്റെ തൊട്ടു പിന്നിലായിട്ട് സാക്ഷാൽ നാമി. അവളാണെങ്കിൽ അവളുടെ സ്റ്റിക്കൊക്കെ എടുത്ത് ആ വില്ലന്മാരെ നേരിടാൻ തയ്യാറായി കഴിഞ്ഞു. മറ്റൊരു ഭാഗത്ത് ചോപ്പറും സാഞ്ചിയും അവർ രണ്ടുപേരും ഇപ്പൊ വമ്പ ഫോഴ്സിൽ ഓടി വരികയാണ്. കട്ട് ചെയ്ത ലോങ് ഷോട്ടില് ഇപ്പൊ ഫ്രാങ്കി അവൻ എന്തോ ഒരു വലിയ വെപ്പൻ റെഡിയാക്കാണ്. അവനെ ഹെൽപ്പ് ചെയ്യാൻ ഉസോപ്പും ആ ലോലായ്ക്കൻ ടീമിനും അതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷാവും. അവരാണെങ്കിൽ ആ ഫൈറ്റ് കാണാൻ ആകാംക്ഷയോട് കൂടെ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കും. ഉടനെ റോബിൻ അവളാണെങ്കിൽ അവളുടെ കാലുകള് അതാ മാങ്ഷനില് ഒരു പടിക്കെട്ട് പോലെ മുകളിലേക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാണ്. അടുത്ത സെക്കൻഡ് ബ്രൂക്ക് ആണെങ്കിൽ ലൂഫി ആയിട്ട് ഇപ്പൊ അതിന്റെ മുകളിലേക്ക് കയറി പോകാൻ തുടങ്ങും. അതേസമയം നാമി അവൾ ആ സ്റ്റിക്ക് ഉപയോഗിച്ച് ഇപ്പൊ 900 ചുറ്റും ഒരുപാട് മേഘങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം നല്ല ഫോഴ്സില് അവന് ചുറ്റും മഴ പെയ്യിപ്പിക്കുകയാണ്. കട്ട് ചെയ്ത ഉസോപ്പ് അവൻ ഫ്രാങ്കി ക്രിയേറ്റ് ചെയ്ത ആ വെപ്പൻ അതങ്ങനെ വലിച്ച് ടൈറ്റ് ആക്കും. ഫ്രാങ്കി ആണെങ്കിൽ ആ പീരങ്കി ഓപ്പൺ ചെയ്യും. ഉടനെ നല്ല ഫോഴ്സിൽ തണുപ്പ് പുറത്തേക്ക് വരാൻ തുടങ്ങും. സോ നാമി ഓൾറെഡി മഴ പെയ്യിപ്പിച്ച് അവിടെ മുഴുവൻ വെള്ളമാണ്. സോ ആ ഒരു വെള്ളത്തിലേക്ക് നല്ല ഫോഴ്സിൽ തണുപ്പ് അടിച്ചതുകൊണ്ട് തന്നെ വെള്ളം ഐസായി മാറി ഇപ്പൊ 900 അവനോട് സ്റ്റെക്കാവും. അടുത്തതായിട്ട് സാഞ്ചി അവനാണെങ്കിൽ ആ ത്രില്ലർ പാർക്കിന്റെ ചെയിൻ അത് ചവിട്ടി പൊട്ടിക്കും. അത് തെറിച്ചു പോയി 900ന്റെ ബോഡിയിൽ ലോക്ക് ആവുകയാണ്. അപ്പൊ അങ്ങനെ സൂം ചെയ്ത് മുകളിലായി ബ്രൂക്കിനെയും ലൂഫിയെയും കാണിക്കും. ബ്രൂക്ക് ആണെങ്കിൽ ലൂഫിയെ ആ 900 നേരെ വലിച്ചെറിയും. ഉടനെ ലൂഫി അവനവന്റെ 2 കൈകളും അങ്ങനെ വീർപ്പിച്ചെടുത്ത് ആ 900നെ ഇടിക്കാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. 900 ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നോട്ടീസ് ചെയ്യും. ആ കാര്യം ചോപ്പർ കണ്ട് അവൻ സോറയോട് ആ 900ന്റെ വയറ്റില് അറ്റാക്ക് ചെയ്യാൻ പറയും. സോറ അവന്റെ സ്ക്വാഡൊക്കെ എടുത്ത് 900നെ അത്തരം പൊച്ചർ അറ്റാക്ക് ചെയ്യും.
ഉടനെ സാഞ്ചി അവൻ ആ ചെയിൻ കണക്ട് ചെയ്തിരിക്കുന്ന റഡാറ് അത് താഴേക്ക് താഴ്ത്തും. ഉടനെ ചെയിൻ ടൈറ്റായി അവന്റെ സ്പൈനല് അതങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണ്. സ്പൈനല് പെർഫെക്റ്റ് ആയി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇടിക്കുന്ന ഇടിയില് അവന്റെ നട്ടലൊടിഞ്ഞ് പിന്നെ അവനെ കൊണ്ട് എഴുന്നേക്കാൻ കഴിയില്ല. ഇവിടെ ലൂഫി അവനാണെങ്കിൽ നല്ല സ്പീഡില് 900ന്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ലോലയും നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ ലൂഫിയെ സപ്പോർട്ട് ചെയ്യും. കമോൺ കമോൺ ലൂഫി, ഉറപ്പായിട്ടും നിന്നെ കൊണ്ട് ഇതിന് കഴിയും. അടുത്ത നിമിഷം ലൂഫി അവൻ വമ്പ ഫോഴ്സില് ബസൂക്ക പവർ ഉപയോഗിച്ച് ആഞ്ഞൊരിട്ടി. ആ ഒരു ഇടിയില് അവന്റെ പല്ലിന്റെ എണ്ണം കുറയും, എല്ലിന്റെ എണ്ണം കൂടും, നട്ടല്ലൊക്കെ പൊട്ടി ഇനി ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത വിധത്തില് 900 അവൻ താഴേക്ക് ചെരിയും. വാവ്, ലൂഫി അവൻ ഒരു വിധത്തില് ആ വില്ലനെ തകർത്തിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലൂഫി അവനാണെങ്കിൽ ഓൾറെഡി ഒരുപാട് നേരം ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ തളർന്ന് കിടക്കാണ്. ഇവിടെ ആ സോംബീസിന് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ 900നെ സ്ട്രോ ഹാറ്റ് ലൂഫി ആൻഡ് ടീം തകർത്ത് കളഞ്ഞു. നമ്മുടെ മാസ്റ്ററിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ, കില്ലർ പാർക്കിന് ഇനി സർവൈവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചിന്തിച്ച് ആ സോംബീസ് പരസ്പരം നോക്കും. ലോലയ്ക്കും ടീമിനും അവരുടെ സന്തോഷം അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർ ലൂഫിയുടെ പേരൊക്കെ വിളിച്ച് തുള്ളിച്ചാടും. പക്ഷെ ലൂഫി അവനവന്റെ കൺട്രോളിന് മുകളിൽ പവർ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ സൈസ് ചെറുതായി കുഞ്ഞി പയ്യനായിട്ട് കിടക്കുകയാണ്. അപ്പൊ അതേസമയം 900 അവനിപ്പോഴും അവന്റെ ബോധം നശിച്ചിട്ടില്ല. പക്ഷെ എന്താ, ബോഡി മുഴുവൻ പരിക്കു പറ്റി ചോരയിൽ കുളിച്ചു നിൽക്കുകയാണ്. അവനവന്റെ കൈയും കാലും ഒക്കെ അനക്കാൻ ശ്രമിക്കും, പക്ഷെ അതൊന്നും അനങ്ങില്ല. ഉടനെ ലോങ് ഷോട്ടിലായിട്ട് സൂര്യൻ പതിയെ പതിയെ ഉദിച്ചു വരികയാണ്. ചോപ്പർ പറയും എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ഷാഡോസിനെ തിരികെ എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അത് വലിയ അപകടമാണ്. സോറ അവനവന്റെ ഹെഡ് ബാൻഡ് ഒക്കെ അഴിച്ച് കാത്തിരിക്കും. സാഞ്ചിക്കാണെങ്കിൽ ഇപ്പൊ ഒട്ടും വയ്യ. അവൻ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് ഒരു ഭാഗത്തിരിക്കുകയാണ്. ലോല നിലവിളിച്ചു പറയും, ആ ഗഗ്ഗോ മുറിയ അവൻ എവിടെ ഉണ്ടെങ്കിലും പിടിച്ചു വലിച്ച് ഇവിടേക്ക് കൊണ്ടുപോവാ. അവനെ ഇഞ്ചിഞ്ചായി തല്ലിച്ചതച്ച് നമ്മുടെ എല്ലാവരുടെയും സോംബീസിനെ നമുക്ക് തിരികെ പിടിക്കണം. അവളത് പറയുമ്പോഴേക്കും ഇപ്പൊ ഗഗ്ഗോ മുറിയ അവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഗഗ്ഗോ മുറിയ തിരിച്ചു വന്നത് കണ്ട് ആ സോംബീസ് അവറ്റകളാണെങ്കിൽ സന്തോഷത്തില് മതി മറന്നു നിൽക്കും. അപ്പൊ ലോല അവളിപ്പോ ആ ഗഗ്ഗോ മുറിയോട് പറയും, മര്യാദയ്ക്ക് ഞങ്ങളുടെ ഷാഡോസ് തിരികെത്താ, അല്ലെങ്കിൽ ആ സ്ട്രോ ഹാർട്ട്സ് ടീമിനോട് പറഞ്ഞ് ഇനിയും ഞങ്ങള് നിനക്ക് അടി വാങ്ങി തരും. പക്ഷെ ഗഗ്ഗോ മുറിയ അവൻ അപ്പോഴും ക്യാഷ്വൽ ആയിട്ട് പറയും, എനിക്കിപ്പോഴാണ് ആ സ്ട്രോ ഹാർട്ട് ടീമിന് എങ്ങനെ ഇത്രയും പവർ കിട്ടിയത് എന്ന് മനസ്സിലായത്. അവർ വെറും ഒരു പൈററ്റ്സ് ടീം അല്ല, നിങ്ങളാണ് അവരെ സഹായിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിന്റെ പ്രത്യാഘാതം അത് വളരെ വലുതാണ്. അതെന്താണെന്ന് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ ലോലയാണെങ്കിൽ അതിലൊന്നും പേടിക്കാതെ വീണ്ടും വീണ്ടും അവളുടെ ഷാഡോസിന് വേണ്ടി ചോദിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ ഗഗ്ഗോ മുറിയ അത് മൈൻഡ് പോലും ചെയ്യാതെ ഇപ്പൊ ലൂഫിയെ വെല്ലുവിളിക്കും. നിന്നെ പോലൊരു നുണുങ്ങു പയ്യൻ എന്റെ ഈ ത്രില്ലർ ഐലാൻഡ് അതിങ്ങനെയാക്കി മാറ്റിയല്ലേ. പക്ഷെ എന്നെ തകർത്തത് കൊണ്ടോ എന്റെ കുറച്ച് സോംബീസിനെ ഇല്ലാതാക്കിയത് കൊണ്ടോ നീ ഒന്നും നേടാൻ പോകുന്നില്ല. ഇനി നീ മീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാര് അവർ ചില്ലറക്കാരല്ല. ഒരു കാരണവശാലും നിന്റെ ഇത്തരത്തിലുള്ള നുണുങ്ങു വിദ്യകൾ കൊണ്ട് അവരുടെ മുൻപിൽ ജയിക്കാൻ പറ്റില്ല. നിന്നെയും നിന്റെ ടീംസിനെയും കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ എല്ലാവരും വെറും ഷിക്കാരി ശംഭുവാൻ ടീമാണെന്ന്. മാത്രമല്ല ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഞാൻ നിങ്ങളെപ്പോലെ ഒരു ലോ ക്ലാസ്സിന് മുൻപിൽ തോക്കാനുള്ള കാരണം അതെന്താണെന്നും ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒറ്റക്കെട്ടായി നിന്നാണ് എനിക്ക് നേരെ ഫൈറ്റ് ചെയ്തത്. ടീം വർക്ക്, അതാണ് നിങ്ങളുടെ വിജയം. ഇവിടെ ലോലയ്ക്കാണെങ്കിൽ അതൊക്കെ കേട്ട് തലവേദനിച്ചിരിക്കുകയാണ്. അവൾക്ക് പിടികിട്ടും ആ ഗഗ്ഗോ മുറിയ അവൻ വെറുതെ ടൈം സ്പെൻഡ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയും കുറച്ച് ടൈം കൂടെ കഴിഞ്ഞാൽ സൂര്യൻ മുഴുവനായിട്ടും അവിടേക്ക് ഉദിച്ചു വരും. സോ അവളാണെങ്കിൽ ഇപ്പൊ വീണ്ടും വീണ്ടും ലൂഫിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും, എങ്ങനെയെങ്കിലും ഷാഡോസ് തിരികെ പിടിക്കണം. അടുത്ത സെക്കൻഡ് ആ വില്ലൻ അവനാണെങ്കിൽ കയറുപോലെ എന്തോ ഒരു കറുപ്പ് സാധനം ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് നേരെ അയക്കുകയാണ്. ആ ഒരു റോപ്പാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സോംബീസുകളുടെ എല്ലാം ബോഡിയിലുള്ള ഷാഡോസിനെ അബ്സോർബ് ചെയ്തെടുക്കും. ആ ത്രില്ലർ പാർക്കിലുള്ള എല്ലാ സോംബീസിന്റെയും ഷാഡോസ് അവനവന്റെ ബോഡിയിൽ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 500, 600 എന്നിങ്ങനെ കൗണ്ട് കൂടി വരും. ലൂഫി ആണെങ്കിൽ വെറും 100 ഷാഡോസിനെ അവന്റെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്തപ്പോൾ തന്നെ അവന്റെ ചേഞ്ച് അത് വളരെ വലുതായിരുന്നു. ആ ഷാഡോസ് മുഴുവൻ വലിച്ചെടുത്ത് വലിയൊരു ജയന്റായി മാറി അവനിപ്പോ കൊലവിളി നടത്തുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.